സൈക്കോളജി ഓഫ് കൺസിസ്റ്റൻസി എന്താണ്, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെയാണ് ട്രേഡിംഗ് മാത്രമല്ല ബാക്കി എന്ത് കരിയറും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അറ്റോമിക് ഹാബിറ്റിൽ ജെയിംസ് ക്ലിയർ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നതിന് സമയത്ത് അതിനൊരു ബേസ് ഫൗണ്ടേഷനാണ് വേണ്ടതല്ലേ. അപ്പോൾ ഈ ബേസ് ഫൗണ്ടേഷൻ ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൽ എന്താണ് ചെയ്യുന്നത്? ചെറിയ ചെറിയ ലോട്ടുകൾ ഉപയോഗിച്ച്, നിങ്ങൾക്ക് ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്രൗണ്ട് വർക്ക് ബേസ് ഭയങ്കര സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. ആ ഒരു കൺസിസ്റ്റൻസിയിലൂടെ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിന്ന് 10 മീറ്റർ ആണ് ഓടുന്നതെങ്കിൽ നാളെ 11 മീറ്റർ ഓടാനായിട്ട് ശ്രമിക്കുക, അടുത്ത ദിവസം 12 മീറ്റർ ഓടാനായിട്ട് ശ്രമിക്കുക. വെരി സിമ്പിൾ ടെക്നിക്. കഴിഞ്ഞ ദിവസം ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇന്ന് എന്താണ് ചെയ്യാൻ പറ്റുക, ഇന്നലത്തെക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ എന്താണ് ഇന്ന് ചെയ്യാൻ പറ്റുക, സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മൈ സെൽഫ്. ഇത് തന്നെയാണ് ട്രേഡിംഗ് സൈക്കോളജിയിലും കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവുക. ഷെയർ ഇറ്റ് വിത്ത് വൺ ഓഫ് യുവർ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ഹു ക്യാൻ ബെനിഫിറ്റ് ഫ്രം ദിസ് വീഡിയോ.